സങ്കീർത്തനം 51:6. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. മനുഷ്യൻ്റെ ആന്തരിക സ്വഭാവം കളങ്കപ്പെട്ടിരിക്കുന്നതിനാൽ ആന്തരിക മാറ്റം അനിവാര്യമാണ്. ദൈവം മനുഷ്യഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥത, സത്യസന്ധത, നിഷ്കളങ്കത ഇവ ആഗ്രഹിക്കുന്നു. ഇത് കാപട്യത്തിനും വഞ്ചനയ്ക്കും എതിരാണ്. സത്യത്തോട് ആന്തരിക സ്നേഹമില്ലെങ്കിൽ ഒരു വ്യക്തി പറയുന്നതോ പ്രവർത്തിക്കുന്നതോ ഒന്നും ദൈവത്തെ തൃപ്തിപ്പെടുത്തുകയില്ല. അന്തരംഗങ്ങളിൽ സത്യത്തിനു വേണ്ടി ഈ മാറ്റം സംഭവിക്കണം. ഇതാണ് ദാവീദ് സങ്കീർത്തനത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ വളരുന്നതനുസരിച്ച് നമ്മിലെ ആന്തരിക മനുഷ്യന് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ദാവീദിനോട് നാഥാൻ പ്രവാചകൻ ദൈവം അയച്ച സന്ദേശം വന്നു പറഞ്ഞപ്പോഴാണ് തൻ്റെ ഉള്ളിൽ അസത്യവും അനീതിയുമൊക്കെ എത്രമാത്രമുണ്ടെന്ന് ദാവീദ് ചിന്തിക്കുവാനിടയായത്. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയാണെന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞതാണ്. എന്നാൽ ദാവീദ് ഒരിക്കലും ഒരു സമ്പൂർണനായിരുന്നില്ല. തന്നിലെ അപൂർണതകളെയൊക്കെ ദൈവം കാണുന്നുണ്ടായിരുന്നു. ആ അപൂർണതകളെ ഉയർത്തിക്കാട്ടി ദാവീദിലെ നന്മകളെ കുറച്ചു കാണുവാൻ ഒരിക്കലും ദൈവം ശ്രമിച്ചിരുന്നതായി നാം വായിക്കുന്നില്ല. മനുഷ്യർ അങ്ങനെയല്ല. മറ്റുള്ളവരുടെ കുറവുകളെ ഉയർത്തി കാണിക്കുവാനാണ് നാം ശ്രമിക്കാറുള്ളത്. മറ്റുള്ളവരിലെ നന്മകളെ അംഗീകരിക്കുവാൻ, അതിനെ പ്രകീർത്തിക്കുവാൻ മനുഷ്യർ വളരെ പിശുക്ക് കാണിക്കാറുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം അങ്ങനെയല്ല. മോശയെ അതിസൗമ്യനെന്നാണ് യഹോവയാം ദൈവം പറഞ്ഞത്. എന്നാൽ മോശ കോപം മുഖാന്തരം ദൈവം സ്വന്തം കൈയാൽ എഴുതിക്കൊടുത്ത കൽപ്പലക എറിഞ്ഞുടച്ച വ്യക്തിയാണ്. നമ്മൾ കാണുന്ന കണ്ണുകളല്ല ദൈവത്തിനുള്ളത്. നമ്മുടെ ഉള്ളിലെ ആത്മീയ മനുഷ്യനെ കാണേണ്ട രീതിയിൽ കാണുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ പിതാവ്. സങ്കീർത്തനം 15:2 യഹോവയുടെ കൂടാരത്തിൽ പാർക്കുന്നതും വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുന്നതും നിഷ്കളങ്കത്വവും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവരുമാണെന്ന് പറഞ്ഞിരിക്കുന്നു. എഫേസ്യർ 1:17 പൗലോസ് അപ്പോസ്തലൻ ദൈവമക്കൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും അതിൽ നിന്നുളവാകുന്ന ജ്ഞാനവും വെളിപ്പാടും ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നതായി കാണാം. ലോകത്തിലെയോ ലോകത്തിൻ്റേതോ ആയ ജ്ഞാനം സമ്പാദിക്കുവാനല്ല, അത് നമുക്ക് ജീവിക്കുവാൻ ആവശ്യമാണ്. മറിച്ച് ആത്മീയ ജ്ഞാനവും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനവും നമ്മിൽ വർദ്ധിച്ചു വരാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ ജ്ഞാനം നമ്മെ വഞ്ചിക്കും, നാശത്തിലേക്ക് നയിക്കുവാനും സാധ്യതയുള്ളതാണ്. എന്നാൽ നമ്മുടെ അന്തരംഗത്തിൽ ദൈവിക പരിജ്ഞാനത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം നമ്മെ നിത്യതയിൽ എത്തിക്കുന്നതാണ്. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അന്തരംഗത്തിൽ ഞങ്ങളെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.